ശ്രീമതി ടീച്ചർ, ആ, ഒരു പൊതുപ്രവർത്തന രംഗത്ത്, കക്ഷി രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ച് ഒരു ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചെത്തിയ MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അധമ പ്രവർത്തികൾ കേട്ടില്ലേ? ആ ലേഡി കില്ലിങ്ങുകൾ കേട്ടില്ലേ? ഞാൻ കുറച്ച് സമയം മുൻപ് അത് കേട്ടു. എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി. കാരണം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഇതിനു മുൻപ് ഒരിക്കലും ഒരു ജനപ്രതിനിധി എന്ന് അതെടുക്കട്ടെ, സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് പോലും പ്രതീക്ഷിക്കാത്ത അങ്ങേയറ്റം വഷളായ, അങ്ങേയറ്റം ക്രൂരമായ, അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഒരു 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 നിലപാട്, സമീപനം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, അതും MLAയുടെ ഭാഗത്ത് നിന്ന് ലൈംഗിക ആഭാസം എന്നാണോ അതിനെ വിളിക്കേണ്ടത്? അതോ ലൈംഗിക പീഡനം എന്നാണോ വിളിക്കേണ്ടത്? അതല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ചേഷ്ടകൾ, മറ്റേതെങ്കിലും മൃഗങ്ങൾ പോലും സ്വീകരിക്കാത്ത ചേഷ്ടകൾ എന്നാണോ പറയേണ്ടത്? നമുക്കിപ്പോ എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ഇതിനു മുൻപ് കേട്ടിട്ടില്ല. ഇതിനു മുൻപ് കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഇല്ല, അങ്ങനെ ചർച്ച ചെയ്യാത്ത ഒരു സ്റ്റേറ്റ് ഒന്നും അല്ല കേരളം. പക്ഷേ ഇതിനു മുൻപ് ഒരിക്കലും ഇന്ന് വരെ ഇന്ത്യക്കകത്ത് ഇന്ന് വരെ ഒരു MLAയും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിധത്തിലുള്ള സമൂഹത്തിന്റെ അവമതിപ്പ്, സ്ത്രീകൾക്ക് മാത്രമല്ല സമൂഹത്തിനാകെ, കേരളീയ സമൂഹത്തിനാകെ അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു ജനപ്രതിനിധി, ഒരു MLA, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന, സമുന്നത സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി മാറി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ആ സ്ഥാനത്ത് തുടർന്നിരിക്കാൻ അനുവദിക്കുക എന്ന ഒരു സ്ഥിതി എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്? നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന ആ ഒരു പല്ലവി ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിയമത്തിന്റെ വഴിക്ക് പോകും. അതിന് അവരുടെ ഉപദേശം വേണ്ട, നേതൃത്വത്തിന്റെ ഉപദേശം വേണ്ട. ഇതെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമേ സമൂഹം ഇന്ന് കാണുന്നുള്ളൂ. ഇന്ന് കേരളത്തിനകത്ത് ഇത്രയും ഭീകരവും ഇത്രയും വികൃതവും ഇത്രയും നീചവുമായിട്ടുള്ള തെറ്റ് ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവ് ചെറുപ്പക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള വിരചൂണ്ടാൻ പറ്റുന്ന ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ പെൺകുട്ടിയുടെ പരാതി അടക്കം നമുക്ക് കാണുന്നത്. ഇപ്പൊ DGPക്ക് പരാതി കൊടുത്തു പെൺകുട്ടി. കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സഹിക്കാൻ കഴിയാതെ ആ പെൺകുട്ടി KPCC പ്രസിഡന്റ്, KPCC നേതൃത്വത്തിന് പരസ്യം കൊടുത്തു. KPCC അത് നേരെ DGPക്ക് കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് പരസ്യമായിട്ട് ഒരു പെൺകുട്ടി. പക്ഷേ DGPയുടെ ഓഫീസിൽ ഇപ്പോൾ വരെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ വരെ DGPയുടെ ഓഫീസിന് ഈ KPCCയിൽ ലഭിച്ച പരാതി ഫോർവേഡ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇവർ പറയുന്നു കൊടുത്തു എന്നൊക്കെ. ഓ, അത് വെറുതെ ഒരു പറച്ചിൽ മാത്രമാണല്ലേ? ഞാൻ ഇങ്ങനെ ചിലത് കേട്ടതാണ്. അതിനർത്ഥം ഇവര് വീണ്ടും ഒളിച്ചു വെക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം ഈ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വം, രാഷ്ട്രീയ പാർട്ടിയും അപഹാസ്യരാകുകയാണ്. എത്രത്തോളം ഈ കുറ്റവാളിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ കേരളത്തിനകത്ത് എൻ്റെ ഒന്നും പ്രായത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സ്ത്രീയോടുള്ള സമീപനം, ഒരു മൃഗം മറ്റൊരു ഇണയോട് കാണിക്കുന്ന ആ സമീപനം, അത് നമുക്കറിയാം. പല രീതിയിലും മൃഗങ്ങൾ അവരുടെ സംസ്കാരം, മൃഗീയ സംസ്കാരം എന്ന് പറയാറുണ്ട്. പക്ഷെ അവർക്ക് പോലും അപമാനമാകുന്ന വിധത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു പെൺകുട്ടി വീണ്ടും പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തു കഴിഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നേതൃത്വം സംബന്ധിച്ച ഒരു പ്രതികരണം ഈ സമൂഹത്തിന്റെ മുൻപാകെ നടത്തണ്ടേ? എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? ആരെയാണ് അവർ ഭയപ്പെടുന്നത്? അവർ തിരഞ്ഞെടുപ്പിനെയാണോ ഭയപ്പെടുന്നത്? അവർ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ കുറ്റവാളിയെ സംരക്ഷിക്കുക, കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുക എന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ചതാണോ? ഇവിടെ ഒരു MP ഉണ്ടല്ലോ ഈ കേരളത്തിനകത്ത്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന മുൻപത്തെ നേതൃത്വമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉണ്ട് പോട്ടെ, ഇപ്പോ ഈ കേരളത്തിനകത്തിരിക്കുന്ന ഒരു വനിതാ MP ഉണ്ടല്ലോ, പാർലമെന്റ് മെമ്പർ. ഇപ്പോൾ എത്തിയ പെൺകുട്ടി ഇവർക്കൊക്കെ പരാതി നൽകി. എന്തുകൊണ്ടാണ് ഈ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന
പാർലമെന്റ് മെമ്പറായിട്ടുള്ള കേരളത്തിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള ഈ പ്രിയങ്ക ഗാന്ധിയോ അവരുടെ മുതിർന്ന നേതാക്കളോ ഇത്തരം വികൃതമായ ഒരു സമൂഹത്തെ വികൃതമാക്കുന്ന, സമൂഹത്തിന് ഏറ്റവും അധികം അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രശ്നം ഒരു വ്യക്തിയിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ അതിന്റെ ഗൗരവത്തോടുകൂടി കാണാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ സാധിക്കാത്തത്? ഞങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ്, നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ഇതുപോലെ കുറ്റകൃത്യം ചെയ്യുന്ന പെൺകുട്ടികളെ വെറും ശവമായി കാണുന്ന, അവരുടെ ശരീരത്തിൽ എന്തും ചെയ്യാമെന്ന ഈ ധാർഷ്ട്യം കാണിക്കുന്ന അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള ഈ പയ്യനെ രക്ഷിക്കുകയാണോ നിങ്ങളുടെ ഉദ്യമം? അതോ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ശാസിക്കാനോ അതല്ലെങ്കിൽ പുറത്താക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനോ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അപ്പോ നിങ്ങൾ ഭയപ്പെടുന്നു, ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് ഞങ്ങൾക്ക് തെറ്റായി അല്ല, അങ്ങനെയല്ല വരാൻ പോകുന്നത്. ഈ സമൂഹത്തിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒറ്റപ്പെട്ട് പോകുന്നു എന്ന് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്കിടയിലും സമൂഹത്തിനിടയിൽ എല്ലാ ബഹുജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ചാനലുകളും ഈ വിഷയം ഗൗരവമായിട്ടെടുത്തു. പക്ഷേ ഗൗരവമായി കാണാത്ത ഒരൊറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ്. എന്നാൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ചില ഘടകകക്ഷികൾ പാർട്ടികളുണ്ടല്ലോ, അവരുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്? ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണ്ടേ? ലീഗിന്റെ നേതൃത്വം മുൻ MLA സലാമെല്ലാം ഉണ്ടല്ലോ, എല്ലാറ്റിലും ഇടക്കിടക്ക് വായിക്ക് തോന്നിയത് കൊതക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഈ കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാടിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം അവർക്ക് പറയാൻ ബാധ്യതയില്ലേ? അവർ പറയേണ്ടതല്ലേ? അല്ല, ഈ സമൂഹത്തെ, കേരളീയ സമൂഹം ലോകത്തിന്റെ മുൻപിൽ നാണം കെട്ട് നിന്നോട്ടെ എന്നാണോ? ഇങ്ങനെയുള്ള വ്യക്തികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരുപാട് കേസുകൾ BJP MP-യെയും മന്ത്രിയെയും സംരക്ഷിച്ച സംഭവങ്ങളെല്ലാം വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. വടക്കേ ഇന്ത്യ അല്ല കേരളം ഇന്ത്യയിൽ എല്ലാറ്റിനും മാതൃക കാണിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട്, സാംസ്കാരിക രംഗത്ത് ഔന്നത്യം പുലർത്തുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് ഈ കേരളത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഈ സംഭവം ഇങ്ങനെ ആവർത്തിച്ച് ഓരോ പെൺകുട്ടിയും, പണ്ട് നമുക്കൊക്കെ അറിയാം, ഞാനതിന് ഉദാഹരണമായിട്ട് പറയുന്നതല്ല, ഓരോ പെൺകുട്ടിയും ഇങ്ങനെ വരികയാണ്, എന്നെ പീഡിപ്പിച്ചു എന്ന്. ഇതിന് ഉത്തരം പറയണം, ഇല്ലെങ്കിൽ ജനങ്ങൾ ഉത്തരം പറയിപ്പിക്കും. ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഉത്തരം പറയിപ്പിക്കും കോൺഗ്രസ് നേതൃത്വത്തിനെ കൊണ്ട്. തീർച്ചയായും. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീമതി ടീച്ചർ